ഹായ് ഡീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ കാലത്ത് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലക്കിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചേട്ടൻ സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനാ സാധാരണ എന്നും ലക്കിക്ക് കൂട്ടിൽ കൊണ്ട് ഇട്ട് കൊടുത്ത് ലക്കിന് കൂട്ടിൽ കയറ്റണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പതിവിന് വിപരീതമായിട്ട് ഇന്ന് ചേട്ടൻ അവന് വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പം മസാലക്കറിയാണ് കേട്ടോ ഇന്ന്, ഗ്രീൻ പീസ് കറിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എന്നും അവനോട് ഫുഡ് കൊടുക്കാൻ ഞങ്ങൾ എന്ത് ഫുഡ് കൊടുത്താലും അവൻ്റെ അടുത്ത് പറയും, ഇരിക്കാൻ പറയും. അവൻ ഇരിക്കൂട്ടോ, ഇരുന്നിട്ടാണ് കഴിക്കാറ്. അങ്ങനെയാണ് അവനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുക. എല്ലാ നേരത്തൊന്നും അനുസരണ ഉണ്ടാവില്ല, പക്ഷേ ഫുഡ് കൊടുക്കുന്ന നേരത്തെ എന്ത് പറഞ്ഞാലും അനുസരിക്കും കേട്ടോ. ഇന്ന് പക്ഷെ അവന് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവന് ഇരിക്കാൻ പറ്റുന്നില്ല, ഊർന്ന് പോവുകയാണ്. കാരണം എന്താ കണ്ടില്ലേ, ചെടിയൊക്കെ ചവിട്ടി കയറ്റിയേക്കാണ് കേട്ടോ. അപ്പോൾ അതിരാവിലെ തന്നെ ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് നനച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെയിലാവണേക്ക് മുന്നേ ഞാൻ ചെടികളൊക്കെ നനയ്ക്കും. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ തൂക്കിയിട്ടേക്കുന്ന ഹാങ്ങിങ് പോട്ടിലൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചപ്പോൾ സിറ്റ് ഔട്ടിലും കാർ പോർച്ചിലും ഒക്കെ നിറയെ വെള്ളമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചവിട്ടി അവൻ ഫുള്ള് ചെളിയോടുകൂടി സിറ്റ് ഔട്ടിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ വിചാരിച്ചു എന്തായാലും സിറ്റ് ഔട്ടിലൊക്കെ വെള്ളമായില്ലേ, അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് ചെളിയൊക്കെ ഒന്ന് കഴുകി കളയാനായിട്ട് സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് ഉരച്ച് കഴുകിയിട്ടാ. ഞായറാഴ്ച ദിവസമാണ് നമ്മുടെ വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്ന ദിവസം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞങ്ങൾ ലക്കിക്ക് ഇന്ന് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേപ്പെണ്ണ ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് അവനെ നിർത്തിയിട്ട്, അവനാണെങ്കിൽ എണ്ണ തേക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. അപ്പോൾ പകല് സമയങ്ങളിൽ അഴിച്ചു വിടുകയാണെങ്കിൽ അവൻ നമ്മളുടെ എന്താ പറയുക ഫിഷ് ടാങ്ക് വെച്ചേക്കണില്ലേ, ആ ഒരു മൂലയ്ക്ക് ചെന്നാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രാണീനോ മറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ ചാടി പിടിച്ച് ആ ചുമരുമേലൊക്കെ നിറയെ അവൻ അഴുക്കാക്കി വെച്ചേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ ഇവനെ ഇപ്പോൾ ഇവനെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു കൊല്ലത്തോളമായിട്ടുള്ളൂ കേട്ടോ. അതുവരെ നമ്മൾ കുഞ്ഞിക്കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം വീടൊക്കെ നല്ല ചുമരുമെന്നും അങ്ങനെ അഴുക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇവനിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം കുഞ്ഞിക്കുട്ടികളേലും കഷ്ടമാണ്. എന്ത് പ്രാണിനെ കണ്ടാലും ചുമരുമേലേക്ക് ചാടിക്കയറാം. അതിപ്പോൾ അഴുക്കാണ് എന്താണെന്നൊന്നും നോക്കില്ല, അങ്ങനെ ആ ചുമരുമൊക്കെ നിറയെ അഴുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് ഉരച്ച് കഴുകാണിരുന്നു. ആ സമയം കൊണ്ട് അവൻ കിടക്കണ സ്ഥലമല്ലേ, അപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടേക്കുന്നത്. അപ്പോൾ നോക്ക്, കാറിൻ്റെ മുകളിലേക്ക് ചാടി കയറിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ അവനിങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറുന്ന. അവൻ്റെ കിടക്കണ സ്ഥലത്ത് വെള്ളം ഒഴിച്ച ദേഷ്യത്തിനാന്ന് തോന്നുന്നു കാറിൻ്റെ മുകളിൽ കയറി അവിടെ കിടക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ടോ എന്നൊക്കെ കുറേ നേരം നോക്കി. പിന്നെ അതുമൊക്കെ ഇട്ട് മാന്താനൊക്കെ നോക്കി. പിന്നെ ഒരു കണക്കിനാണ് കയറി അത്ര സ്പീഡിൽ അവൻ ഇറങ്ങാൻ ധൈര്യമില്ലാണ്ട് കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ അവസാനം അവൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലൂബിയുടെ ഇലയൊക്കെ പറിച്ചെടുക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് പശുക്കുട്ടിയാണോ ഇങ്ങനെ ലൂബിയുടെ ഇലയൊക്കെ പൊട്ടിച്ച് തിന്നാനായിട്ട്. അങ്ങനെ കുറേ നേരം അവൻ അതിൻ്റെ മുകളിലൊക്കെ നിന്നും കഴിഞ്ഞിട്ട് പിന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ സിറ്റ് ഔട്ടൊക്കെ നല്ല ഉരച്ച് കഴുകി ക്ലീനാക്കി ഒരുവിധം ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഈ ചെളിയിലും മണ്ണിലും ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് ചുമരുമേലേക്ക് ചാടി കയറി അവിടെ ഒക്കെ അഴുക്കാക്കിയൊക്കെയായിരുന്നു. അപ്പോൾ നല്ലോണം ചകിരിയൊക്കെ ഇട്ട് ഉരച്ച് കഴുകിയിട്ടാണ് കേട്ടോ ഒരുവിധം വൃത്തിയാക്കി എടുത്തു. അങ്ങനെ നമ്മൾക്ക് ഞായറാഴ്ച ദിവസമാണല്ലോ ഫുള്ളായിട്ട് നമ്മുടെ ക്ലീനിങ് ഡേ ആണ് അന്ന്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചുമ്മാ ഒന്ന് അടിച്ച് തുടച്ച് പോകാമെന്നല്ലാണ്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാനായിട്ടൊന്നും നമുക്ക് ബാക്കിയുള്ള ദിവസം സമയം കിട്ടില്ല കേട്ടോ. അപ്പം ഞായറാഴ്ച രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും അകത്തെ ജോലികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് ആണ് കേട്ടോ. ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ബിസിയാണ്. അപ്പോൾ നോക്കിയേ, പശുക്കുട്ടിയാണോ ഇത്? നമുക്ക് കണ്ടു കഴിഞ്ഞ് ശരിക്കും പശുക്കുട്ടിയുടെ പോലെ ലൂബിയലൊക്കെ പറിച്ച് തിന്നാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഇലയൊക്കെ പറിച്ച് തിന്നണുണ്ട് കഴിഞ്ഞാൽ പാവം ഒന്നും കൊടുക്കാത്ത പോലെയാണ്, പട്ടിണി കിടക്കണ കുട്ടികളെ പോലെയാണ് ഇതാ ഇലയൊക്കെ പറിച്ച് തിന്നണത്. ദേഷ്യം കൊണ്ടാണ് കേട്ടോ. അവൻ്റെ സ്ഥലത്ത് വെള്ളം ഒഴിച്ച ആ ഒരു ദേഷ്യത്തിന് അവൻ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവനെ വേപ്പെണ്ണയൊക്കെ തേച്ച് നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മുടെ അകത്തെ ജോലികളായാലും പുറത്തെ ജോലികളായാലും ഒക്കെ ക്ലീൻ ചെയ്യണതും. അതുപോലെ ലക്കിന് ഞങ്ങൾ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ കുളിപ്പിക്കുക. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് നല്ല വൃത്തിയിൽ കുറേ നേരമൊക്കെ വേപ്പെണ്ണയൊക്കെ തേച്ച് നിർത്തും. അപ്പോൾ ചെള്ളോ അങ്ങനത്തെ എന്താ പറയുക, അവർക്ക് സ്കിന്നിൻ്റേതായ വേറെ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് കേട്ടോ വേപ്പെണ്ണയൊക്കെ തേപ്പിക്കുന്നത്. അത് മുന്നേ അവനിങ്ങനെ ഒരു
ചെറിയ ചെറിയ കുരുക്കൾ പോലെ ഇങ്ങനെ ദേഹത്തൊക്കെ ഇങ്ങനെ ചൂടുകുരു പോലെ പൊന്തിയപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ വേപ്പെണ്ണയിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു പൊടി തന്നായിരുന്നു കേട്ടോ. അത് മിക്സ് ചെയ്ത് തേക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ പൊടി അവൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു പ്രശ്നം കഴിഞ്ഞപ്പോൾ ആ പൊടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഞായറാഴ്ച ദിവസം കുളിപ്പിക്കുമ്പോൾ അവനിങ്ങനെ വേപ്പെണ്ണയൊക്കെ തേച്ച് ഷാമ്പൊക്കെ ഇട്ട് കുളിപ്പിക്കും കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ആ കുളിപ്പിക്കലാണ് കേട്ടോ. കുളിപ്പിക്കൽ എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ്. അവന് കുളിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കൂടുതലും അവൻ കാറിൻ്റെ മുകളിൽ കയറി നിന്നത് ഞങ്ങൾ അവനെ കുളിപ്പിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് വേപ്പെണ്ണ തേച്ചതെന്ന് അവന് മനസ്സിലായി. അപ്പോൾ അവന് എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. അപ്പോൾ ആ മടി കാരണം കൊണ്ടാണ് കൂടുതലും കാറിൻ്റെ മുകളിൽ കയറി കുറേ നേരം ഞങ്ങളിട്ട് ചുറ്റിച്ചത്. കാരണം മുകളിൽ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പിടിക്കില്ലല്ലോ. കുട്ടികൾ നമ്മൾ എന്തിനെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒളിച്ച് നിൽക്കില്ല, അതുപോലെയാണ് കേട്ടോ. അതുപോലത്തെ പരിപാടിയാണ് അവൻ കാണിച്ചത്. കാറിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ, അപ്പോഴേക്കും ആ വേപ്പെണ്ണ പുരട്ടിയതൊക്കെ ഒന്ന് പിടിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളും പിന്നെ അവൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ഒരു അരമണിക്കൂറൊക്കെ എണ്ണ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് കുളിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോഴേക്കും ചങ്ങലിടും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റത്തെ വെള്ളം ഒഴിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ അങ്ങോട്ട് വെള്ളം ഒഴിച്ച് ആദ്യത്തെ വെള്ളം ഒഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മടിയൊന്നുമില്ല കേട്ടോ. പിന്നെ അവനങ്ങനെ നിന്നോളും. പിന്നെ അതാ ചേട്ടനും മക്കും കൂടിയാണ് ഷാമ്പൂ ഒക്കെ തേച്ച് അവനെ നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ അവനെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളെ എന്ത് പറഞ്ഞാലും കാല് പൊക്കെന്ന് പറഞ്ഞാലും കൈ പൊക്കെന്ന് പറഞ്ഞാലും ഒക്കെ പറഞ്ഞാൽ അതുപോലെ തന്നെ അനുസരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ഒറ്റക്കാക്കി അവനെ നമ്മൾ പുറത്താക്കി വാതിലടിച്ച് നമ്മളകത്തിരിക്കുകയാണെങ്കിൽ അതുപോലെ എന്തെങ്കിലും കുരുത്തക്കേടുകൾ ഒപ്പിക്കുകയും ചെയ്യും കേട്ടോ. അത് വേറെ കാര്യമുണ്ട്. ഇപ്പം നമ്മളവനെ മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ മാത്രം അകത്ത് കയറി വാതിലടച്ചിരിക്കുകയാണെങ്കിൽ പുറത്ത് എന്താണ് അവൻ്റെ എടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ നശിപ്പിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ നമ്മളുടെ ചെരുപ്പോ ഒരു ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും കിടക്കുകയാണെങ്കിൽ അവൻ ഏത് വിധേനയും നമ്മളത് കാണിച്ചു തരും കേട്ടോ. അപ്പം ജാക്കു ഇതാ കാല് പൊക്കി കൈ പൊക്കി എല്ലാവിടും എല്ലാ എന്താ പറയുക അവൻ്റെ ഇടുപ്പുകളിലും ഒക്കെ നന്നായിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് ഇതാ ചേട്ടൻ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ തുടയ്ക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തുടച്ച് കഴിഞ്ഞാൽ പിന്നത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ചേട്ടൻ്റെ മേലേക്ക് കയറും കേട്ടോ. പിന്നെ ഇറങ്ങില്ല, മുറ്റത്ത് അവൻ കാല് കുത്തില്ല. തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ എടുത്തുകൊണ്ട് പോയി അവനെ എന്താ ഇതിൽ കൊണ്ടാക്കണം കേട്ടോ. എന്താ പറയുക, കൂട്ടിൽ കൊണ്ടാക്കണം. അങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഞായറാഴ്ച ഇങ്ങനതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഫുൾ ബിസി ആയിരുന്നു. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തുടങ്ങി ജോലി ഉച്ചയാകുമ്പോഴേക്കൊക്കെ കഴിച്ച് വെച്ചിട്ടായിരിക്കും പോവുക. എവിടെയും പോകണ്ട എന്നുള്ള ദിവസങ്ങളാണെങ്കിൽ പിന്നെ എല്ലാ ജോലികളും പതുക്കെ സാവധാനം റിലാക്സ് ചെയ്തിട്ട് ആയിരിക്കും ചെയ്യണം. അപ്പോൾ ഉച്ചയായിട്ട് അപ്പോൾ രാവിലത്തെ ക്ലീനിങ്ങും ഫുഡ് ഉണ്ടാക്കലും അവസാനമായിട്ട് ഏറ്റവും ലാസ്റ്റാണ് ലക്കിനെ കുളിപ്പിക്കാൻ നിൽക്കാട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ കുളിയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ജോലി കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ ഇന്നത്തെ ഒരു ഞായറാഴ്ച ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. നമ്മളുടെ വീട്ടിൽ ഇങ്ങനത്തെ എന്താ വളർത്തുമൃഗങ്ങൾ, പെറ്റ്സുകൾ, കോഴികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം പോകുന്നതേ അറിയില്ല കേട്ടോ. അപ്പോൾ അതാ നോക്കി കുളി കഴിഞ്ഞ് തോർത്തിക്കഴിഞ്ഞ് പിന്നത്തെ പരിപാടി ഇതാണ്. ഇനിയിപ്പോൾ ചേട്ടൻ എടുത്തുകൊണ്ട് പോകണം കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഞായറാഴ്ച ദിവസം ലക്കീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി നിർത്തുന്നത് കേട്ടോ. കാരണം ഇത് തന്നെയാണ്, അവൻ കുളി കഴിഞ്ഞാൽ പിന്നെ നിലത്തിറങ്ങില്ല, എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും അവന് പ്രശ്നമില്ല. തുടപ്പിച്ച് കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, കുളി കഴിഞ്ഞു, ലാസ്റ്റ് സ്റ്റെപ്പാണെന്നുള്ളത് അവനറിയാം. പിന്നെ അതാ അടുത്ത പരിപാടി ഇതാണ്, തോളത്തിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എടുത്തുകൊണ്ട് പോകാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ. അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടനുള്ളപ്പോൾ മാത്രമാണ് ലക്കീനെ കുളിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ ചേട്ടനില്ല, ഞായറാഴ്ച ദിവസം ചേട്ടന് ഒഴിവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഞങ്ങൾ ആരായാലും ആര് കുളിപ്പിക്കായാലും അവൻ ഇതുപോലെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ മിക്കതും ചേട്ടനുള്ള ദിവസങ്ങളിലാണ് കുളിപ്പിക്കുക. അങ്ങനെ അതാ പിന്നെ ലക്കിയുടെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് ആ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്. വൈകുന്നേരം ഒരു ഇത്തിരി നേരം റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അതാ കോഴീനെ കഴിച്ചു വിട്ടു. ഇപ്പോൾ നെറ്റിൻ്റെ ഉള്ളിലൊന്നും നിൽക്കണില്ല കേട്ടോ. ചൂട് കാരണം കൊണ്ട് എന്തോ കോഴികളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് ചാടി വരികയാണ്.
അങ്ങനെ കോഴികളെ കഴിച്ചു വിട്ടും കഴിഞ്ഞിട്ട് ഇതാ മുകളിലേക്ക് വന്നേക്കാണ്. ടെറസിൻ്റെ മുകളിലേക്ക് വന്നിട്ട് ചെടികളിലൊക്കെ താമരകളിലൊക്കെ വെള്ളം നിറയ്ക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഞായറാഴ്ച ഇങ്ങനെ കഴിഞ്ഞു. ഞായറാഴ്ച വിശേഷങ്ങളാണ് കാണിച്ചത്. നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു വീഡിയോയിൽ എൻ്റെ ചെറിയ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.